ഇസ്രായേൽ പലസ്തീൻ സംഘർഷം ഒരു പുതിയ നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചതുപോലെ ഗാസ നഗരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇസ്രായേൽ സേനയുടെ കരസേന നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഈ സൈനിക നടപടി കേവലം ഒരു പ്രാദേശിക യുദ്ധമല്ല, മറിച്ച് പശ്ചിമേഷ്യയുടെ ഭാവിയും ആഗോള രാഷ്ട്രീയ സന്തുലിതാവസ്ഥയും നിർണ്ണയിക്കുന്ന ഒരു ഭൗമരാഷ്ട്രീയ വിള്ളലായി ഇത് മാറിയിരിക്കുന്നു. ഹമാസിന്റെ അവസാനത്തെ ശക്തി കേന്ദ്രമായ ഗാസ നഗരത്തിന്റെ തന്ത്രപരവും പ്രതീകാത്മകവുമായ പ്രാധാന്യം ഈ യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഇസ്രായേൽ പ്രതിരോധ സേന ഗാസ നഗരത്തിനുള്ളിൽ ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കാൻ വ്യോമ ആക്രമണങ്ങളും പീരങ്കി ആക്രമണങ്ങളും നടത്തിക്കൊണ്ട് കരസേന നീക്കത്തിനും വഴിയൊരുക്കി. സൈനിക വക്താവ് അവിജയ് അദ്രേക്ക് ഈ നീക്കങ്ങൾ സ്ഥിരീകരിക്കുകയും സാധാരണക്കാരോട് എത്രയും വേഗം പോരാട്ട മേഖലയിൽ നിന്ന് പലായനം ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സൈന്യത്തിന്റെ കണക്കനുസരിച്ച് ഏകദേശം 3.2 ലക്ഷം പേർ പലായനം ചെയ്തുവെങ്കിലും ഏകദേശം 6.5 ലക്ഷം സാധാരണക്കാർ ഇപ്പോഴും നഗരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇത് ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലൊന്നായ ഗാസയിലെ ദുരവസ്ഥയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ വ്യോമാക്രമണങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. ഇത് കരസേനയുടെ മുന്നേറ്റത്തിനായുള്ള ഒരു മുന്നൊരുക്കമായിരുന്നുവെന്നും വ്യക്തമാണ്. നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ യൂണിറ്റുകൾ ഹമാസിന്റെ പ്രതിരോധ സ്ഥാപനങ്ങൾ തകർത്തു. സൈനിക കണക്കുകൾ പ്രകാരം എൻക്ലേവിന്റെ ഏകദേശം 75% ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ്. ഈ യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യം ഹമാസിനെ സൈനികമായി പൂർണ്ണമായി തകർക്കുക എന്നതാണ്. എന്നാൽ ഗാസ നഗരം ഹമാസിന്റെ രാഷ്ട്രീയവും സൈനികവുമായ അസ്തിത്വത്തിന്റെ അവസാനത്തെ പ്രധാന ശക്തി കേന്ദ്രമായതുകൊണ്ട് ശക്തമായ പ്രതിരോധവും രക്തരൂക്ഷിതവുമായ പോരാട്ടങ്ങളും ഇവിടെ പ്രതീക്ഷിക്കുന്നു.